ആരാണ് ചോദിച്ചത്? ഏത് നിക്കണ കണ്ടില്ലേ? ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാല്ലേ? അടി ഒരിഞ്ഞടി എവിടെ? ഇവിടെ. ആശാനെ അനുഗ്രഹിക്കണം. അതുപോലെ ഒരുപാട് തട്ടിപ്പ് കേസുകൾ ഇപ്പൊ പുറത്തു കൊണ്ടുവന്നല്ലോ. ഒരു വക്കീൽ നോട്ടീസ് അയച്ചോ, ചോദിക്ക്, ആർച്ചോട് ചോദിക്ക്. പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു തന്നെ എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പാലുകുടിയുമായി ബന്ധപ്പെട്ട് എത്ര വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്തു വന്നു. ഒരു വക്കീൽ നോട്ടീസ് അയച്ചാലുള്ള ധാർമ്മികതകൾ കാണിച്ചോ? ഹിരോഷിമയാണ് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം. ഏത് സമയം പൊട്ടിത്തെറിക്കാം, എന്ത് സംഭവിക്കാം? എല്ലാ വിവരങ്ങളും ഞങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര വെളുപ്പിക്കാൻ നിന്നാലും ഏത് ചാനൽ ചർച്ചകളൊന്നും പങ്കെടുത്താലും ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്റെ പേരും പറഞ്ഞ നാണങ്ങളാ നടക്കുന്നത്. ആരാണ് ആർഷോ എന്നൊക്കെ ഞങ്ങൾക്കറിയാം. നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ? ഇല്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി. കെ സുധാകരനെ ഈ പറയപ്പെടുന്ന തട്ടിപ്പുമായി കണക്ട് ചെയ്യാനുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള തെളിവ് ദേ ഇവിടെ പുറത്തുവിടാൻ പറ്റുമോ? ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇയാളെ കൊണ്ട് വലിയ ശല്യമില്ല. കെ സുധാകരനെ ഈ തട്ടിപ്പുമായിട്ട് ബന്ധമുണ്ട് തെളിയിക്കാൻ 3 ഉടക്ക മോൺസൺ മാവുങ്കലിന്റെ പഴയ ഡ്രൈവറെയും കക്ഷത്തെടുത്ത് വെച്ചുകൊണ്ട് വന്നിട്ട് എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. കൃത്രിമത്വം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി. അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.